കുറച്ചധികം കാലം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ വി എസിനെ അനുസ്മരിക്കുന്നു. ഞാൻ SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിന് തൊട്ടു 9 വർഷങ്ങളിലൊക്കെ വലിയ മർദ്ദനങ്ങൾ. അപ്പോൾ ഓടി ആശുപത്രിയിലെത്താനും കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ VS കാണിക്കുന്ന അദ്ദേഹവും വിദ്യാർത്ഥികളും തമ്മിൽ എത്ര തലമുറ വ്യത്യാസമുണ്ട്. പക്ഷെ വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. സമരങ്ങളും അതുപോലെ കാര്യങ്ങളും വന്നാൽ ആവേശത്തോടു കൂടി നിൽക്കുന്നതാണ്. അപ്പം അങ്ങനൊരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതും വളരെ, മുഖ്യമന്ത്രിയുടെ കൂടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. ഒരുപാട് അനുഭവ സമ്പത്തുകൾ കെ എൻ ബാലഗോപാൽ നേടാൻ ഈ കാലത്ത് കഴിഞ്ഞു. മാത്രമല്ല അന്ന് പാർട്ടിയിലൊക്കെ തന്നെ വലിയ അഭിപ്രായ ഭിന്നം നിലനിൽക്കുന്ന കാലത്താണ് VSന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കെ എൻ ബാലഗോപാൽ പ്രവർത്തിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളെ നമ്മളിപ്പോഴും കാണുന്നു. തലസ്ഥാന ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ് അദ്ദേഹം ഒരുപാട് കാലം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഒക്കെ തന്നെ പ്രവർത്തിച്ചത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരിക്കൽ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് വളരെ സജീവമായൊരു ഓഫീസ്, പ്രവർത്തകരെല്ലാം തന്നെ യഥാർത്ഥത്തിലെ ഒരു പ്രക്ഷോഭകാരികളുടെ ആവേശത്തോടെയായിരുന്നു അവരെല്ലാം പ്രവർത്തിക്കുന്നത്. കാര്യം അവർക്ക് നെടുനായകത്വം വഹിക്കാൻ VS മുന്നിലുണ്ട്. ഏത് പ്രശ്നത്തോടും അടരാടുവാനും ഏത് പ്രതിസന്ധികൾ ജനങ്ങളുടെ മുന്നിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കുവാനും അദ്ദേഹം കാണിച്ച മഹാമനസ്കതയും അദ്ദേഹം കാണിച്ച കമ്മിറ്റ്മെൻറ്റുകളുമാണ് അന്ന് അവർക്കൊക്കെ തന്നെ ആവേശം പകർന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില ആളുകളൊക്കെ പറയുന്ന പോലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രക്ഷോഭകാരിയുടെ മുഖം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. തനിക്ക് തെറ്റ് എന്ന് തോന്നുന്ന കാര്യം അത് അപ്രിയമാണെങ്കിൽ പോലും അത് മുഖത്തടിച്ച് എതിരെ നിൽക്കുന്ന ആളിനോട് പറയുവാൻ അദ്ദേഹത്തിന് യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വഴികളിൽ പലപ്പോഴും കാരമുള്ളകൾ വീണപ്പോഴും അദ്ദേഹം അതൊന്നും വളരെ കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തനിക്ക് എന്തൊക്കെയോ നേടാനുണ്ട് എന്ന് കരുതുന്ന വർത്തമാനകാല രാഷ്ട്രീയ ചിന്തയിൽ നിന്ന് വേറിട്ട വ്യക്തിപ്രഭാവമായിരുന്നു VS എന്ന് നമ്മൾ കരുതുന്നു. ഇപ്പോൾ നമുക്കൊപ്പം KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ കടക്കുന്നു.